ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു ക്യാരറ്റ് പുട്ടാണ്. അതായത് തട്ടിക്കൂട്ടൊരു എളുപ്പവഴിക്കൊരു ക്യാരറ്റ് പുട്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മാവ് ആവശ്യത്തിനുള്ള അരിമാവ് എടുത്തു, അതിലേക്ക് തേങ്ങാപ്പീര ഇടണം. അതുപോലെ ഇങ്ങനെ നമ്മൾ കൊത്തി അരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ സാധനം ഇങ്ങനെ വരച്ചെടുക്കുമല്ലേ, ഞാൻ മറന്നുപോയി ഗൈസ്, ഓർത്തെടുക്കുക. ആ സാധനത്തിലിങ്ങനെ വരച്ചെടുത്ത് നമ്മുടെ ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ പുട്ട് നനയ്ക്കുന്ന രീതിയിൽ നനച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അമ്മ പുട്ടിടുന്നതൊന്നും എനിക്ക് പുട്ടുപൊടി ഇടുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. അപ്പം നമ്മൾ വേറെ ജസ്റ്റ് ഒന്നും ചെയ്തില്ല, വെള്ളം പുട്ടുപൊടിക്കകത്ത് നമ്മൾ ക്യാരറ്റും ഇട്ട് അതിനോടൊപ്പം ഉപ്പും ഇട്ട് തേങ്ങാപ്പീര ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ അല്ലാതെ തേങ്ങാപ്പീര വെച്ചാലും ഇതിലെടുത്ത് തേങ്ങാപ്പീര ഇടണം. അപ്പം നമ്മളെല്ലാം കൂടി ഇഡ്ഡലിക്കൂട്ടത്തിൽ വെച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാപ്പീര ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി ഇട്ടാൽ ടേസ്റ്റാണ്. അപ്പം നമ്മളിതെല്ലാം കൂടി ഇട്ട് ഒരു പുട്ട് നനയ്ക്കുന്ന പാകത്തിന് നനച്ചെടുത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കൂട്ടത്തിൽ തട്ടും വെച്ച് നമ്മൾ പുട്ട് വാരി വെക്കുകയാണ് കേട്ടോ. നനച്ച് ആ ക്യാരറ്റിൻ്റെ പുട്ടുപൊടിയുടെ ആ ഒരു മിക്സറും എടുത്ത് കൂടി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ പുട്ടൂറ്റി വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം. പുട്ടൂറ്റി വെക്കുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ എങ്ങനെയാണോ സാധാ പുട്ട് വെക്കുന്നത് അതേപോലെ തന്നെ ഇതുപോലെ നനയ്ക്കുക. ഇതേപോലെ നനച്ചിട്ട് തേങ്ങ പീര ഇടുക, നമ്മൾ ക്യാരറ്റ് പുട്ടുപൊടിയുടെ മിക്സാക്കിയത് ഇടുക, പിന്നെയും തേങ്ങ പീര ഇടുക. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. സാധാ പുട്ടുകുറ്റിയിലുണ്ടാക്കുന്ന പുട്ട്. നമ്മളിപ്പോൾ ഇഡ്ഡലിക്കൂട്ടത്തിൽ എളുപ്പവഴിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എളുപ്പവഴി ചെയ്തുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കാം. മറ്റേ ഓരോ കുറ്റി ആവി കയറുന്ന നോക്കിയിരിക്കണം. ഇതങ്ങനെ വേണ്ട, ഒറ്റടിക്ക് അത്രയും നമുക്ക് കഴിക്കാനുള്ള പുട്ടെല്ലാം റെഡിയായി കിട്ടും. എന്നിട്ട് ആ കിഴുത്തയിലൊക്കെ കുറച്ച് തേങ്ങാപ്പീര വെക്കണം, അല്ലെ പുട്ടുപൊടി അങ്ങ് വെള്ളത്തിൽ പോകും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേ തേങ്ങാപ്പീരയൊക്കെ വെച്ച് നമ്മൾ പുട്ടുപൊടി നനച്ചതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് വാരിയിട്ടതാ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇന്ന് ഉണ്ടാക്കി കേട്ടോ. അപ്പം നല്ല ആവിയൊക്കെ വന്ന് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്യാരറ്റ് പുട്ട് കോരി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് പുട്ട്. ഇതേപോലെ ബീട്രൂട്ടും അമ്മ ചെയ്യാറുണ്ട്. ക്യാരറ്റ് പുട്ടെടുത്ത് പപ്പടവും എടുത്ത് കടലക്കറി ഒഴിച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.